മുൻ ADGP MR അജിത് കുമാർ തൽക്കാലം അകത്ത് കടക്കില്ല. വീണ്ടും നല്ല മണിച്ചിത്ര പൂട്ടിട്ട് തന്നെ പൂട്ടിയിരിക്കുകയാണ് UDF സർക്കാർ. അന്വേഷിച്ചത് ഷൗക്കത്ത് അലി IPS ആണ്. അതിലൊന്നും കെട്ടിച്ചമച്ചതായിട്ടില്ല. എല്ലാം അജിത് കുമാർ ചെയ്തു കൂട്ടിയ പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളാണെന്നും പുറത്താക്കൽ തന്നെയാണ് നല്ലതെന്നും കേരളം ഒന്നടങ്കം വ്യക്തമാക്കിയതാണ്. അന്ന് എല്ലാവരും കൂടെയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഒരാളും അജിത് കുമാറിൻ്റെ കൂടെയില്ല. അങ്ങനെ നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാൻമാർ ക്രൂരമായ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ലഭിച്ച സസ്പെൻഷൻ പിൻവലിക്കണമെന്ന അജിത് കുമാറിൻ്റെ എല്ലാ വാദങ്ങളും സർക്കാർ തള്ളിക്കളഞ്ഞു. സർക്കാർ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് രൂപീകരിച്ച SITയുടെ റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് എന്ന് സർക്കാർ ഉറപ്പിച്ച് പറയുകയാണ്. ഇപ്പോഴും അതിലൊരു മാറ്റവുമില്ല. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ഇനി അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ പണി തന്നെ ഇല്ലാതാകുമെന്നാണ് അടുത്ത പരിപാടി. അതുകൊണ്ട് തന്നെ ഒരിക്കലും സസ്പെൻഷൻ പിൻവലിക്കരുത് എന്നുള്ള സർക്കാർ കർശനമായി പറഞ്ഞിരിക്കുന്ന ആ നിർദ്ദേശം അത് പാലിക്കാൻ പോകുകയാണ്. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നൽകിയ ഹർജിക്ക് മറുപടിയായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചില്ല എന്നുള്ള അജിത് കുമാറിൻ്റെ വാദം സർക്കാർ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി സതീശൻ ഒപ്പുവെച്ചില്ല എന്ന് കരുതി സതീശന് സസ്പെൻഡ് ചെയ്യുന്നതിൽ ഇഷ്ടമില്ലായിരുന്നു എന്നൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. സസ്പെൻഷനിൽ ഒപ്പുവെക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും അതുകൊണ്ട് ചീഫ് സെക്രട്ടറി ഒപ്പുവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് സർക്കാർ. സസ്പെൻഷൻ നടപടിക്ക് പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്ന അജിത് കുമാറിൻ്റെ വാദത്തിനും ഒരു തെളിവില്ല. മര്യാദയ്ക്ക് പോലീസ് പണിയെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് DGP കസേരയിൽ ഇരിക്കേണ്ടിയിരുന്ന ആളായിരുന്നു അജിത് കുമാർ. കയ്യിലിരിപ്പ് എല്ലാം തകർത്ത് കളഞ്ഞു. പിണറായി വിജയൻ്റെ വാക്കും കേട്ട് 100ാം കിട ഗുണ്ടാ പണിയെടുക്കാൻ പോകുമ്പോൾ ഓർത്തില്ല. ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് അദ്ദേഹം. പ്രമോഷൻ തടയാനാണ് സസ്പെൻഷൻ എന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ ഉത്തരവിന് മുൻപ് ADGPയോട് വിശദീകരണം തേടിയിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലായിരുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി. സർക്കാർ രൂപീകരിച്ച ഷൗക്കത്ത് അലി IPS നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം വെറുതെ പോയി എഴുതി തയ്യാറാക്കിയ കുറ്റങ്ങളല്ല ഇതൊന്നും. വളരെ വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തിയവയാണ്. ADGPയുടെ ഓഫീസ് തന്നെ അരിച്ചു പെറുക്കിയാണ് ഷൗക്കത്ത് അലിയും സംഘവും ഇതെല്ലാം കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിൽ ADGP ഇടപെട്ട് ചിലരുടെ മൊഴി മാറ്റി എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇതിന് തെളിവും ലഭിച്ചു എന്നും എല്ലാം ഇതിൽ ചേർക്കുന്നുവെന്നും SIT റിപ്പോർട്ടിലുണ്ട്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണവും നിലനിൽക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ADGPയുടെ ഹർജി തള്ളണമെന്ന് സർക്കാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. ഹർജി വരുന്ന 3-ാം തീയതി വീണ്ടും പരിഗണിക്കുമെങ്കിലും MR അജിത് കുമാറിന് ഒരിക്കലും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ പൂട്ടിയിരിക്കുകയാണ് സതീശൻ സർക്കാർ. ഇതൊരു അജിത് കുമാറിന് മാത്രമല്ല, ആരുടെയെങ്കിലും വാക്ക് കേട്ട് കോൺഗ്രസുകാരെ ആക്രമിക്കാൻ വരുന്ന എല്ലാവർക്കും ഉള്ള താക്കീതായാണ് സർക്കാർ ഇത് നൽകിയിരിക്കുന്നത്.